Hi friends, welcome to my recipe corner. അപ്പോൾ ഇന്ന് ഞാൻ ഒരു യമ്മി പിസ്സ റെസിപ്പിയാണ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ഞാൻ ഇന്ന് ഇവിടെ ഓവനിലാണ് ചെയ്യുന്നത്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ കേക്ക് ഉണ്ടാക്കുന്ന പോലെ തന്നെ കുക്കറിലോ കടായിലോ ഒക്കെ ചെയ്തെടുക്കാം. പക്ഷെ അങ്ങനെ ചെയ്യുമ്പോൾ നമ്മൾ സാധാരണ സ്റ്റീൽ പ്ലേറ്റിലാണ് ചെയ്യുന്നതെങ്കിൽ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ അങ്ങനെ ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ നല്ല കട്ടിയുള്ള പ്ലേറ്റിൽ ചെയ്തെടുക്കാൻ ശ്രദ്ധിക്കണം കേട്ടോ. അല്ലെന്നുണ്ടെങ്കിൽ നോൺ സ്റ്റിക് പ്ലേറ്റ്സോ അങ്ങനെയൊക്കെ യൂസ് ചെയ്യാം. അപ്പൊ ഞാൻ സാധാരണ പ്ലേറ്റിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിരുന്നു. അപ്പൊ അതിന്റെ പിക്കാണ് ഈ കാണുന്നത്. ടേസ്റ്റിലൊന്നും ഒരു വ്യത്യാസം ഉണ്ടായിരുന്നില്ല, പക്ഷെ അതിന്റെ അടിഭാഗം ഇങ്ങനെ കുറച്ച് കരിഞ്ഞു പിടിച്ചിരുന്നു. അപ്പൊ അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ഒരു സജഷൻ പറഞ്ഞത്. അപ്പൊ നമ്മൾ നല്ല കട്ടിയുള്ള പ്ലേറ്റ് ആണ് യൂസ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ ചീസൊക്കെ നല്ല കറക്റ്റ് ആയിട്ട് സെറ്റ് ആയിട്ട് കിട്ടും. അപ്പൊ നമുക്കിത് എങ്ങനെയാണ് ചെയ്യുന്നത് നോക്കാം. അപ്പൊ അതിന് മുന്നേ ആയിട്ട് ആദ്യമായിട്ട് എന്റെ ചാനൽ കാണുന്നവരെ പ്ലീസ് സബ്സ്ക്രൈബ് മൈ ചാനൽ. അതുപോലെ തന്നെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, മാക്സിമം ഷെയർ ചെയ്യുക. അപ്പൊ അതിനായിട്ട് ആദ്യം ഈസ്റ്റ് ഒന്ന് ആക്ടിവേറ്റ് ചെയ്തെടുക്കണം. അപ്പൊ അതിന് വേണ്ടിയിട്ട് ഞാൻ 1 ടീസ്പൂൺ ഡ്രൈ ഈസ്റ്റ് എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് ഇളം ചൂടുവെള്ളം ഒഴിക്കുകയാണ്. അപ്പൊ വെള്ളം ഒഴിക്കുമ്പോൾ ശ്രദ്ധിക്കണം, ചൂട് കൂടിപ്പോവാൻ പാടില്ല കേട്ടോ. ഇനി 1 ടീസ്പൂൺ പഞ്ചസാര. ഇതിൽ നന്നായി ചെയ്യണം. ഇനി ഒരു 15 മിനിറ്റ് ഇതിനൊന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കണം. അപ്പൊ തന്നെ ഇത് നന്നായിട്ടൊന്ന് ആക്റ്റീവായി പതഞ്ഞ് നന്നായിട്ട് ഇങ്ങനെ പൊങ്ങി വരും. ഇതിപ്പോ ഒരു 15 മിനിറ്റ് ആയിട്ടുണ്ട്. ഈസ്റ്റ് ഒക്കെ നന്നായി ആക്റ്റീവായി വന്നിട്ടുണ്ട്. ഇനി ഇതിൽ കുറച്ച് ഉപ്പ് ചേർത്തൊന്ന് മിക്സ് ചെയ്ത് മാറ്റി വെക്കാം. അപ്പൊ ഇനി നമുക്ക് പിസ്സ ഡോ റെഡിയാക്കാം. അപ്പൊ അതിന് വേണ്ടിയിട്ട് 1.5 കപ്പ് മൈദപ്പൊടി എടുക്കാം. ഇനി ഇതിലേക്ക് നമ്മൾ ആക്ടിവേറ്റ് ചെയ്ത് വെച്ച ഈസ്റ്റ് ഒഴിച്ചു കൊടുക്കാം. ഇനി ഇത് എല്ലാ ഭാഗത്തു നിന്നും എത്തുന്ന വിധത്തിൽ നന്നായി ഒന്ന് മിക്സ് ചെയ്ത് വെക്കണം. ഇനി ഇതിലേക്ക് കുറേശ്ശെ വെള്ളം ചേർത്ത് നന്നായി ഒന്ന് കുഴച്ചെടുക്കണം. അപ്പൊ എപ്പോഴും ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇളം ചൂടുവെള്ളം ഉപയോഗിക്കുന്നതാണ് നല്ലത് കുഴയ്ക്കാനായിട്ട്. അപ്പൊ വെള്ളത്തിന്റെ ചൂട് കൂടിപ്പോവാതിരിക്കാൻ ശ്രദ്ധിക്കണം. അപ്പൊ ചപ്പാത്തി മാവിനേക്കാൾ കുറച്ചുകൂടി ലൂസായിട്ട് വേണം കേട്ടോ കുഴച്ചെടുക്കാനായിട്ട്. അപ്പൊ ആദ്യം ഇതൊന്നും ഇങ്ങനെ കയ്യിൽ ഒട്ടിപ്പിടിക്കുന്ന ആ ഒരു കൺസിസ്റ്റൻസിയിലായിരിക്കും ഉണ്ടാവുക. ഇനി കുറച്ച് പൊടിയും കൂടെ ചേർത്ത് കിച്ചൺ കൗണ്ടറിലോ മറ്റോ ഇട്ട് നന്നായി ഒന്ന് കുഴച്ചെടുക്കണം. അപ്പൊ ഒരു 10 മിനിറ്റ് ഒക്കെ ആയിരിക്കും മാവ് നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടും നമുക്ക്. ഒരു 15 മിനിറ്റ് ഒക്കെ ആകുമ്പോഴേക്കും നമ്മുടെ പിസ്സ ഡോ ഇതേപോലെ നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടും. ഇനി നമ്മുടെ ബൗളില് കുറച്ച് ഓയിൽ ഒന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കാം. അപ്പൊ മാവ് നമ്മൾ ഒട്ടിപ്പിടിക്കാതിരിക്കാനാണ് കേട്ടോ ഇങ്ങനെ. അതുപോലെ തന്നെ നമ്മൾ ഡോയുടെ മുകൾ ഭാഗത്തും ഇതുപോലെ ഒന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കണം. അപ്പൊ ഒലീവ് ഓയിൽ ഉണ്ടെങ്കിൽ അതാണ് ഏറ്റവും ബെറ്റർ യൂസ് ചെയ്യാനായിട്ട്. പക്ഷെ ഞാനിവിടെ എന്റെ കയ്യിൽ അത് ഇല്ലാത്തത് കൊണ്ട് സൺഫ്ലവർ ഓയിലാണ് യൂസ് ചെയ്യുന്നത്. നിങ്ങൾക്ക് ഒലീവ് ഓയിൽ അല്ലെങ്കിൽ സൺഫ്ലവർ ഓയിൽ വേണമെങ്കിൽ ഇതുപോലെ ഇങ്ങനെ യൂസ് ചെയ്യാം. ഇനി നമുക്കിത് 1 അവർ ഒന്ന് മൂടി വെക്കാം. ഇപ്പൊ ഇവിടെ 1.5 മണിക്കൂറായിട്ടുണ്ട്. ഇപ്പൊ ഇതേ കണ്ടോ, നമ്മുടെ പിസ്സ മാവ് നല്ല സോഫ്റ്റ് ആയിട്ട് നല്ല ഡബിൾ സൈസ് ആയിട്ട് ഇരിക്കുന്നുണ്ട്. അപ്പൊ ഇനി ഇത് വീണ്ടും ഒരു 10 മിനിറ്റ് നന്നായി കുഴച്ച് ഇതിന്റെ അകത്തെ എയർ ബബിൾസ് ഒക്കെ ഒന്ന് കളയണം. അപ്പൊ ഇതിന്റെ എയർ ബബിൾസ് ഒക്കെ ഒന്ന് പോയിട്ടുണ്ട്. ഇനി ഇതൊരു അരമണിക്കൂർ കൂടി ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കാം. അപ്പോഴത്തേക്കും ഇത് ഒന്നുകൂടി നല്ല സോഫ്റ്റ് ആയിട്ട് നമുക്ക് ഇതേ കണ്ടോ, ഇപ്പൊ ഒരു അരമണിക്കൂർ കൂടി ആയിട്ടുണ്ട്. ഇപ്പൊ നമ്മുടെ പിസ്സ ഡോ നല്ല സോഫ്റ്റ് ആയി വന്നിട്ടുണ്ട്. ഒന്നുകൂടി ഇതിന്റെ എയർ ബബിൾസ് ഒക്കെ ഒന്ന് കളയാം. അപ്പൊ ഞാൻ ഇതിലാട്ടോ പിസ്സ ഉണ്ടാക്കുന്നത്. ഇത് ഓവനിലെ ബിസ്ക്കറ്റ് ട്രേ ആണ്. അപ്പൊ നമുക്കിതില് പിസ്സ റെഡിയാക്കാം. അപ്പൊ ആദ്യം തന്നെ ഇതിൽ കുറച്ച് ഓയിൽ ഒന്നിങ്ങനെ ബ്രഷ് ചെയ്ത് കൊടുക്കാം. ഇനി നമ്മുടെ പിസ്സ ഡോ കൈ കൊണ്ട് ഇതിലേക്ക് ഇങ്ങനെ നന്നായി ഒന്ന് ഈസിയായി പരത്തിയെടുക്കാം. അപ്പൊ ഇതിന്റെ വശങ്ങളെല്ലാം ഇതുപോലെ കൈ കൊണ്ട് ഇങ്ങനെ ഒന്ന് ചെയ്തെടുക്കാം. ഇത് ഡെന്റ് ചെയ്യുക എന്നാണ് കേട്ടോ പറയുന്നത്. അപ്പൊ ഇങ്ങനെ ചെയ്യുമ്പോഴാണ് നമ്മുടെ പിസ്സയ്ക്ക് ആ ഒരു പെർഫെക്ഷൻ ഉണ്ടാവുക. അപ്പൊ കാണാനും ആ ഒരു ലുക്ക് കിട്ടും നമ്മൾ ഇങ്ങനെ ചെയ്തെടുക്കുമ്പോഴാണ്. ഇനി ഇതൊന്ന് 10 മിനിറ്റ് ഒന്ന് അടച്ച് സെറ്റ് ചെയ്യാൻ വെക്കാം. ഇത് ഇപ്പൊ ഒരു 10 മിനിറ്റ് ആയിട്ടുണ്ട്. മാവ് ഒന്നുകൂടി നല്ല സോഫ്റ്റ് ആയിട്ട് വീർത്ത് വന്നിട്ടുണ്ട്. ഇനി ഇത് ബേക്ക് ചെയ്യുമ്പോൾ വീർത്ത് ഇങ്ങനെ ചീസൊക്കെ ഒന്ന് ഒലിച്ചു പോവാതിരിക്കാനായിട്ട് ഫോർക്ക് കൊണ്ട് ഈ പിസ്സയുടെ അകത്ത് ഇങ്ങനെ ഒന്ന് കുത്തി കൊടുക്കണം. ഇനി ഇതില് പിസ്സ സോസ്. അപ്പൊ പിസ്സ സോസ് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് യൂസ് ചെയ്യാം. അപ്പൊ നിങ്ങളുടെ കയ്യിൽ പിസ്സ സോസ് ഇല്ലെന്നുണ്ടെങ്കിൽ നമുക്ക് പകരം കെച്ചപ്പ് വേണമെങ്കിൽ യൂസ് ചെയ്യാം. ഇനി ഇതിലേക്ക് മോസില്ല ചീസ്. അപ്പൊ ചീസിന്റെ അളവൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് യൂസ് ചെയ്യാം. അപ്പൊ ഞാൻ ഇവിടെ ഒരു ലെയർ നന്നായിട്ട് ഇങ്ങനെ ചീസ് സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് വെജിറ്റബിൾസ്, ഓണിയൻ, ഗ്രീൻ ക്യാപ്സിക്കം, റെഡ് ക്യാപ്സിക്കം, ടൊമാറ്റോ. അപ്പൊ ഞാൻ ഈ പനീർ ആദ്യം തന്നെ ചെറിയ പീസസ് ആയിട്ട് കട്ട് ചെയ്തിട്ട് കുറച്ച് ഉപ്പ്, മഞ്ഞൾപ്പൊടി, അതുപോലെ തന്നെ കുറച്ച് മുളക് പൊടി ഇതെല്ലാം കൂടി ഒന്ന് പുരട്ടി 1 ടീസ്പൂൺ ഓയിലിൽ അത് ഫ്രൈ ചെയ്തെടുത്തതാണ്.
ഇനി കുറച്ച് ബ്ലാക്ക് ഒലീവ്സ്, ഒറിഗാനോ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. അപ്പൊ ഞാൻ അതിന്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട്. അപ്പൊ ഈ ഒറിഗാനോ ആണ് ആ പിസ്സയുടെ ആ ഒരു ഫ്ലേവർ, നല്ലൊരു ഫ്ലേവർ കിട്ടുന്നത്. ഇനി ഇതിന്റെ ഏറ്റവും ടോപ്പ് ലെയറിലായിട്ട് ചീസ് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. അപ്പൊ ഇത് നമ്മുടെ പിസ്സയുടെ ബേക്ക് ചെയ്യാൻ റെഡി ആയിട്ടുണ്ട്. അപ്പൊ ഞാനിത് ഓവനിലാണ് ബേക്ക് ചെയ്യുന്നത്. അപ്പൊ ഓവനിൽ ബേക്ക് ചെയ്യുകയാണെങ്കിൽ 450 ഫാരൻഹീറ്റിൽ ഒരു 15 മിനിറ്റ് വെച്ചാൽ മതി. അപ്പോഴത്തേക്ക് നമ്മുടെ പിസ്സ ബേക്ക് ആയി. അപ്പൊ ഇത് 15 മിനിറ്റ് ആയപ്പോൾ നമ്മുടെ പിസ്സ ഇവിടെ റെഡി ആയിട്ട് കിട്ടിയിട്ടുണ്ട്. അപ്പൊ ഇത് ചൂടോടെ തന്നെ കഴിക്കണം കേട്ടോ. ആ ചീസിന്റെ ഒക്കെ ആ ഒരു ടേസ്റ്റ് നമുക്ക് കിട്ടുന്നത്. ഇപ്പൊ ടേസ്റ്റ് സൂപ്പർ ആണ്. നമ്മൾ കടയിൽ നിന്നൊക്കെ മേടിക്കുക പിസ്സയുടെ ടേസ്റ്റിൽ നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും. അപ്പൊ ഇതുപോലൊരു ഈസി ആൻഡ് ടേസ്റ്റി റെസിപ്പി ആയിട്ട് നെക്സ്റ്റ് എപ്പിസോഡിൽ കാണാം. അതുവരേക്കും ടേക്ക് കെയർ ആൻഡ് ബൈ.